ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോകുന്ന ബ്യൂട്ടി പാർലറിലേക്കാണ്. എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ ഒന്ന് കേൾ ചെയ്തിടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കേൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് ഹെയറിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ടോട്ടൽ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നെയിൽസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺ ദ വേ ആണ് ഗൈസ്, കളരിക്കൽ ഒടിച്ചോടത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഗൈസ് പരിപാടി ഉണ്ടായിരുന്നത്. നമ്മളൊരു 5:30 എത്താൻ നമ്മൾ എത്തിയപ്പോൾ 5:45 6 മണിയൊക്കെ. അപ്പോഴേക്കും അമ്മായിയും ചേച്ചിയും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നതും ജ്യൂസൊക്കെ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അമ്മക്കുട്ടി സുന്ദരിക്കുട്ടിയായിട്ടില്ലേ ഗൈസ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കണ്ടു. ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എടുക്കണം, അപ്പോൾ ചേച്ചി എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട പോസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കറക്റ്റായിട്ട് അവിടെ കേക്ക് കട്ടിങ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പോസ്റ്റായി നിന്നു. ഞാൻ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നോൺ വെജ് കൗണ്ടർ വെജ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒബ്വിയസ്ലി നോൺ വെജ് കൗണ്ടറിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. വയറുന്നേരം കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ട് നേരെ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഡെസേർട്ട് ഐറ്റംസ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുമ്പളങ്ങ ഹൽവ ഉണ്ടായിരുന്നു, ടീ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോപ്കോൺ, ക്യാൻഡി, അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടതൊക്കെ കഴിച്ചു. ഞാൻ ലാസ്റ്റ് കുമ്പളങ്ങ ഹൽവയും ഐസ്ക്രീമും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അമ്മാൻ്റെ അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് അവരോടൊക്കെ ബായ് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.